ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ കുറേ നാളായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും ആ ബേസ് അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇസ്, ഹാസ്, ഡസ് ഇത് മൂന്നും എപ്പോഴൊക്കെയാണ്, എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, മിക്കവാറും ഇംഗ്ലീഷ് സെൻറ്റൻസസിലും ഈ 3 വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സംശയവും ബാക്കിയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസും വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇസ് വെച്ച് തുടങ്ങാം. ഇവിടെ ഇപ്പോൾ എൻ്റെ മോള് നിൽക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം. ഞാൻ എന്തായിരിക്കും പറയുക? ഇത് എൻ്റെ മകൾ ആണ് എന്ന് പറയും അല്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പോൾ ഇത് എന്നുള്ളതിന് ദിസ് എന്ന് പറയും. എൻ്റെ മകൾ, അതിന് മൈ ഡോട്ടർ എന്ന് പറയും. ഒരു വാക്കുകൂടെ ഉണ്ട്, ആണ്. അതിനാണ് നമ്മളിവിടെ ഇസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെ പറയുന്നത് നോക്കണേ. മലയാളത്തിൽ പറഞ്ഞത് ഇത് എൻ്റെ മകൾ ആണ്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുക ദിസ് ഇസ് മൈ ഡോട്ടർ. ശ്രദ്ധിച്ചോ? ദിസ് ഇസ്, അതാണ് ഒരുമിച്ച് വരുന്നത്. ദിസ് ഇസ് മൈ ഡോട്ടർ. ഇതെൻ്റെ മകനാണെന്ന് എങ്ങനെ പറയുക? ദിസ് ഇസ് മൈ സൺ. ഇനി എൻ്റെ മോളെക്കുറിച്ച് ഞാൻ പറയാണ്, അവളെല്ലാവരോടും വളരെ ദയുള്ളവളാണ്. അവൾ വളരെ ദയാലുവായിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് പറയും? അവിടെ അവൾ എന്നാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഷീ എന്ന് പറയാം. ഷീ ഇസ് വളരെ ദയാലുവാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷീ ഈസ് വെരി കൈൻഡ്. ദയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കൈൻഡ് എന്ന് പറയാം. അപ്പോൾ ഷീ ഇസ് വെരി കൈൻഡ്. കിട്ടിയോ? അപ്പോൾ ആ 2 സെൻറ്റൻസസ് ഓർത്ത് നോക്കിയേ. ദിസ് ഇസ് മൈ ഡോട്ടർ, എന്നിട്ട് ഷീ ഈസ് വെരി കൈൻഡ്. ഇനി ഇവിടെ എൻ്റെ ബ്രദർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം, അയാൾ എൻ്റെ സഹോദരനാണ് എന്ന്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അയാൾ അല്ലെങ്കിൽ അവൻ എന്നൊക്കെയുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഹീ എന്ന് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞേ? എൻ്റെ സഹോദരനാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ എന്നുള്ളതിന് മൈ ബ്രദർ എന്നാണ് പറയുക. ഇനി അതൊന്ന് സെൻറ്റൻസ് ആക്കി നോക്കിയേ. ഹീ ഇസ് മൈ ബ്രദർ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ പറഞ്ഞത് എൻ്റെ സഹോദരൻ ഒരാളെക്കുറിച്ചാണ്, അപ്പോൾ ഹീ ഇസ് മൈ ബ്രദർ. മുൻപ് നമ്മൾ പറഞ്ഞത് എൻ്റെ മോളെക്കുറിച്ചാണ്, അത് ഒരാളേ ഉള്ളൂ, അപ്പോൾ ഷീ ഇസ് മൈ ഡോട്ടർ. ശ്രദ്ധിച്ചല്ലോ? ഒരാളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ഹീ, ഷീ ഒക്കെ കഴിഞ്ഞിട്ട് ഇസ് എന്ന് യൂസ് ചെയ്തത്. എന്താണ് ഇസിൻ്റെ അർത്ഥം? ആണ് എന്ന്. എൻ്റെ മകളാണ്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ അനിയനാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഇസ് എന്ന് അവിടെ ഉപയോഗിച്ചത്. ഇനി ഞാൻ അനിലിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അനിൽ വിവാഹം കഴിച്ചിട്ടില്ല, അനിൽ അവിവാഹിതനാണ് എന്ന് പറയാൻ എനിക്ക് സിംഗിൾ എന്ന വാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് പറയും? അനിൽ ഇസ് സിംഗിൾ. മനസ്സിലായോ? അനിൽ ഇസ് സിംഗിൾ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അനിലിനെ കുറിച്ചല്ലേ, അനിൽ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ അനിൽ ഇസ് സിംഗിൾ എന്ന് വന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഇനി അയാളുടെ സഹോദരി വിവാഹിതയാണ്, അവർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ സഹോദരി, ഹിസ് സിസ്റ്റർ, അവിടെ ഒരാളേ ഉള്ളൂ, അനിലിൻ്റെ സഹോദരിയല്ലേ, സഹോദരിമാരല്ലല്ലോ. അപ്പോൾ ഹിസ് സിസ്റ്റർ ഇസ് മാരീഡ്, വിവാഹിതയാണ്. അപ്പോൾ ഹിസ് സിസ്റ്റർ ഇസ് മാരീഡ്. എങ്ങനെയാണത് വരുന്നതെന്ന് കണ്ടോ? ഒരാളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുന്നത്. എപ്പോൾ? ഇപ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ, ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഇസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മലയാളത്തിൽ പറയുന്നത് ഇവിടെ അടുത്തായിട്ട് ഒരു ബാങ്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരു ബാങ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മലയാളത്തിൽ ഒരു ബാങ്ക് ഉണ്ടെന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ബാങ്ക് ഇസ് എന്നല്ല പറയുക. പിന്നെയോ there is a bank എന്ന് പറയും. മനസ്സിലായോ? അവിടെ ഒരു there എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും. there is a bank. ഒരു ബാങ്ക് ഉണ്ടെന്നുള്ളതിന് there is a bank. എവിടെയാണ് ബാങ്ക് ഉള്ളത്? ഇവിടെ അടുത്തായിട്ട്. അതിനി പറയണം there is a bank nearby. മനസ്സിലായോ? there is a bank nearby. അവിടെയും നമ്മൾ there കഴിഞ്ഞിട്ട് is ആണ് ഉപയോഗിച്ചത്. കാരണം നമ്മളിവിടെ പറയുന്നത് ഒരു ബാങ്കിനെ കുറിച്ചാണ് അല്ലേ? there is a bank nearby, അടുത്തായിട്ട് എന്നർത്ഥം. അപ്പോൾ ഇതോ, അകത്ത് ആരോ ഉണ്ട്. ഈ ആരോ എന്ന് പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സംബഡി അല്ലെങ്കിൽ സംവൺ എന്ന് പറയാം. അപ്പോൾ മുൻപ് നമ്മൾ ബാങ്ക് ഉണ്ട് എന്ന് പറയാൻ ബാങ്ക് ഇസ് എന്നല്ലല്ലോ, there is a bank എന്നല്ലേ പറഞ്ഞത്. അതേപോലെ ഇവിടെ ആരോ ഉണ്ടെന്ന് പറയാൻ സംബഡി ഇസ് എന്നല്ല, there is somebody എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ അവിടെയും there is somebody എന്നാണ് വരുന്നത് കേട്ടോ. ഇനി എവിടെയാണ് ആരോ ഉള്ളത്? അകത്ത്.
അതിന് ഇൻസൈഡ് എന്ന വാക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ദെയർ ഇസ് സംബഡി ഇൻസൈഡ്. കിട്ടിയോ? ദെയർ ഇസ് സംബഡി ഇൻസൈഡ്. അവിടെയും ശ്രദ്ധിച്ചല്ലോ, സംബഡി നമ്മൾ ആരെയോ ഒരാളെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് ദെയർ ഇസ് എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇപ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയണമെങ്കിൽ ആരുടെ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് പറയണം അവൾ ഒരു നേഴ്സാണ്. എങ്ങനെ പറയും? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഷീ ഇസ് എ നേഴ്സ്. കിട്ടിയോ? ഷീ ഈസ് എ നേഴ്സ്. ഇനി അവൾ ഹാപ്പിയാണ്. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയാണ് കേട്ടോ, സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്താ പറയുക? ഷീ ഇസ് ഹാപ്പി. അപ്പോൾ അവിടെയും ഷീ ഇസ് ഹാപ്പി. അപ്പോൾ ഇതെങ്ങനെ പറയും? കുട്ടിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ വിശക്കുന്നൊരവസ്ഥയിലാണ് കുട്ടി. ഇപ്പോൾ എന്ത് പറയും? ദ ചൈൽഡ്, കുട്ടി, ദ ചൈൽഡ് ഇസ് ഹംഗ്രി. വിശപ്പുള്ള അവസ്ഥ, അതിനാണ് ഹംഗ്രി എന്ന് പറയുന്നത്. ദ ചൈൽഡ് ഇസ് ഹംഗ്രി. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയാണ് കുട്ടി കളിക്കുകയാണ്. അതായത് ഇപ്പോൾ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് പറയും? ദ ചൈൽഡ് ഇസ് പ്ലേയിങ്. കളിക്കുക എന്നുള്ളതിനാണ് ടു പ്ലേ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളല്ല കേട്ടോ, കുട്ടി ഒരാളേ ഉള്ളൂ. അപ്പോൾ ദ ചൈൽഡ് ഇസ് പ്ലേയിങ്. നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന രണ്ട് സെൻറ്റൻസസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആദ്യത്തേതിൽ ദ ചൈൽഡ് ഇസ് ഹംഗ്രി. അപ്പോൾ ദ ചൈൽഡ് ഇസ് കഴിഞ്ഞു വന്നിരിക്കുന്ന ഹംഗ്രി എന്ന് പറയുന്നത് ഒരു വേർബ് അല്ല അല്ലേ, ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കൊന്നും അല്ലല്ലോ. വിശപ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അടുത്തതിൽ നോക്കൂ, ദ ചൈൽഡ് ഇസ് പ്ലേയിങ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ്. ഇത് ഒരു വേർബാണ് പ്ലേ എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു വാക്കാണ് ഈ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ് കഴിഞ്ഞ് ചിലപ്പോഴെല്ലാം ഈ വേർബിൻ്റെ കൂടെ ING ചേർത്തും വരാം. അങ്ങനെ നമ്മൾ ഇസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഞാൻ തരാം. നായ കുരയ്ക്കുകയാണ്, കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് പറയും? കുരയ്ക്കുക എന്നുള്ളതിന് ടു ബാക്ക് എന്നാണ് പറയുന്നത്. ദ ഡോഗ് ഇസ് ബാക്കിംഗ്. കണ്ടോ? ദ ഡോഗ് ഇസ് ബാക്കിംഗ് എന്നാണ് അവിടെ പറയുക. പുറത്ത് മഴ പെയ്യുകയാണ്, പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയും? അവിടെ മഴ പെയ്യുകയാണെന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ റെയിൻ ഇസ് എന്ന് പറഞ്ഞല്ല തുടങ്ങുക. ഇറ്റ് ഇസ് റെയിനിങ് എന്ന് പറയണം. മഴ പെയ്യുക എന്നുള്ളതിനാണ് ടു റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് റെയിനിങ്. എവിടെ? പുറത്ത്, ഔട്ട്സൈഡ്. മുൻപ് നമ്മൾ അകത്തെന്നുള്ളതിന് ഇൻസൈഡ് പറഞ്ഞില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റാണിത്, ഔട്ട്സൈഡ്. ഇറ്റ് ഇസ് റെയിനിങ് ഔട്ട്സൈഡ്. എൻ്റെ അച്ഛൻ ഉറങ്ങുകയാണ്. ആരും ഒച്ച ഉണ്ടാക്കല്ലേ, എൻ്റെ അച്ഛൻ ഉറങ്ങുകയാണ്, ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫാദർ ഇസ് സ്ലീപ്പിംഗ്. എൻ്റെ അച്ഛൻ, മൈ ഫാദർ ഇസ് സ്ലീപ്പിംഗ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഉണ്ടല്ലോ, ഇസ് വരുന്ന തരം സെൻറ്റൻസസ്, അതിനൊക്കെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കും, അതുപോലെ അതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്നാണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് അല്ല എന്ന് പറയാമെന്ന്. അപ്പോൾ അത് നമുക്ക് ചോദ്യത്തിൽ തുടങ്ങാം. ഇപ്പോൾ എനിക്ക് പറയണം അവൾ ക്ഷീണിതയാണ്. അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ക്ഷീണിത എന്നുള്ളത് ടയേർഡ് എന്നാണ് പറയുന്നത്. അവൾ ക്ഷീണിതയാണ്. ഷീ ഇസ് ടയേർഡ്. മനസ്സിലായല്ലോ? ഷീ ഇസ് ടയേർഡ്. ഇനി എനിക്ക് ചോദിക്കേണ്ടത് അവൾ ക്ഷീണിതയാണോ എന്നാണ്. അത് വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഷീ ഇസ് എന്ന് കണ്ടില്ലേ സെൻറ്റൻസിൽ, അത് തിരിച്ചിട്ടാൽ മതി. അതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇസ് ഷീ ടയേർഡ് എന്ന് വരും. മനസ്സിലായോ? ഇസ് ഷീ ടയേർഡ്? അവിടെ ക്ഷീണിതയാണോ? ഷീ ഇസ് ടയേർഡ് എന്ന് ഉത്തരം. അപ്പോൾ ചോദ്യത്തിൽ ഇസ് വെച്ചതാണ് തുടങ്ങുക. ഇസ് ഷീ ടയേർഡ്? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഒരിക്കലും ഇസ് ഷീ ഇസ് ടയേർഡ് എന്ന് ചോദിക്കരുത്. കാരണം ആ സെൻറ്റൻസിലുള്ള ഇസ് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇസ് വരില്ലല്ലോ. അപ്പോൾ ഇസ് ഷീ ഇസ് ടയേർഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. സെൻറ്റൻസ് ഷീ ഇസ് ടയേർഡ്, ക്വസ്റ്റ്യൻ ഇസ് ഷീ ടയേർഡ് എന്ന്, രണ്ട് ഇസ് ഒരുമിച്ച് വരരുത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക? അവിടെ ക്ഷീണിതയാണെന്ന് പറഞ്ഞില്ലേ, ക്ഷീണിതയല്ല എന്ന് എങ്ങനെ പറയും? അതിന് എളുപ്പമാണ്. ഈ അല്ല എന്ന് പറയുന്ന വാക്ക് അവിടെ ചേർക്കണം അല്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ നോട്ട് എന്നൊരു വാക്കാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ ചേർക്കുന്നത്. അപ്പോൾ ഷീ ഇസ് ടയേർഡ് എന്ന് കണ്ടില്ലേ, ആ ഇസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം. എന്ത് പറയും? ഷീ ഇസ് നോട്ട് ടയേർഡ്. മനസ്സിലായോ? ഷീ ഇസ് നോട്ട് ടയേർഡ്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ള സെൻറ്റൻസസിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഷീ ഇസ് നോട്ട് ടയേർഡ് എന്ന് പറയാം. ആ ഷീ ഇസ് എന്നുള്ളത് ചേർത്ത് ഷീ ഇസ് നോട്ട് ടയേർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഈസ് ഇൻ
ടയേർഡ് എന്നും പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുറച്ച് സെൻറ്റൻസസ് തരാം. നിങ്ങൾ അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോം ചെയ്ത് നോക്കൂ, അതേപോലെ നെഗറ്റീവും ആക്കി നോക്കൂ കേട്ടോ. ആദ്യത്തത്, അവൾ എൻ്റെ കസിൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവൾ എൻ്റെ കസിൻ ആണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ ഇസ് മൈ കസിൻ. കിട്ടിയില്ലേ? ഷീ ഇസ് മൈ കസിൻ. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അവൾ നിങ്ങളുടെ കസിൻ ആണോ എന്ന്. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഇസ് ഷീ യോർ കസിൻ? നിങ്ങൾ എന്നോട് അങ്ങനെയല്ലേ ചോദിക്കുക? അവൾ നിങ്ങളുടെ കസിൻ ആണോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ ഇസ് ഷീ യോർ കസിൻ, അങ്ങനെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ പറയാണ് അല്ല, അവൾ എൻ്റെ കസിൻ അല്ല. അപ്പോൾ ഷീ ഈസ് നോട്ട് മൈ കസിൻ എന്ന് പറയും. മനസ്സിലായോ? ഷീ ഈസ് നോട്ട് മൈ കസിൻ. കിട്ടിയല്ലോ ആ ക്വസ്റ്റ്യനും നെഗറ്റീവ് ഫോമും. ഇനി അടുത്തത്, അവൾ കുട്ടിയെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പം നടക്കുന്നൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. കുളിപ്പിക്കുക എന്നുള്ളതിന് ടു ബെയ്ത് എന്ന് പറയാം. അപ്പം എന്ത് പറയും? ഷീ ഇസ്, അവളല്ലേ, ഷീ ഇസ് ബെയ്തിങ് ദ ബേബി. അവൾ കുട്ടിയെ കുളിപ്പിക്കുകയാണ്. ഷീ ഇസ് ബെയ്തിങ് ദ ബേബി. ഇനി അവൾ കുട്ടിയെ കുളിപ്പിക്കുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ആ ഷീ ഇസ് എന്നുള്ളത് തിരിച്ചിട്ടാൽ പോരെ. അപ്പോൾ ഇസ് ഷീ ബെയ്തിങ് ദ ബേബി? കിട്ടിയോ? ഇസ് ഷീ ബെയ്തിങ് ദ ബേബി. ഇനി എനിക്ക് പറയണം അവൾ കുട്ടിയെ കുളിപ്പിക്കുകയല്ല. എളുപ്പമല്ലേ? ഷീ ഇസ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്താൽ പോരെ. ഷീ ഇസ് നോട്ട് ബെയ്തിങ് ദ ബേബി, അല്ലെങ്കിൽ ഷീ ഇസ്ൻറ്റ് ബെയ്തിങ് ദ ബേബി. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പുറത്ത് മഴ പെയ്യാണ്, നമ്മൾ കണ്ടില്ലേ? ഇറ്റ് ഇസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യാണോ? എന്താ ചെയ്യുക? ഇറ്റ് ഇസ് എന്നുള്ളത് തിരിച്ചിടണ്ടേ. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? പുറത്ത് മഴ പെയ്യാണോ? ആ ചോദ്യത്തിൻ്റെ ടോൺ മാറും കേട്ടോ. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? അപ്പോൾ പുറത്ത് മഴ പെയ്യല്ല എന്നെങ്ങനെ പറയും? ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഔട്ട്സൈഡ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് റെയിനിങ് ഔട്ട്സൈഡ് എന്നോ ഇറ്റ് ഇസ്ൻറ്റ് റെയിനിങ് ഔട്ട്സൈഡ് എന്നോ രണ്ട് രീതിയിലും നമുക്ക് പറയാം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഇതുപോലൊരു സെൻറ്റൻസ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ കേട്ടോ. ഇവിടെ അടുത്തായിട്ട് ഒരു ATM ഉണ്ട്. എന്താ പറയുക? there is an ATM nearby. ഇനി എനിക്ക് പറയേണ്ടത് അതല്ല, ഇവിടെ ഒരു ATM അടുത്തുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണം. എന്താ ചോദിക്കുക? ഇസ് there an ATM nearby? there is എന്നുള്ളത് ആ ഓർഡർ ഒന്ന് തിരിച്ചിട്ടു. ഇസ് there an ATM nearby എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇനി ഇങ്ങനെ ഒരു ATM ഇവിടെ അടുത്തില്ല എന്നെങ്ങനെ പറയും? there isn't an ATM nearby. മനസ്സിലായോ? there isn't an ATM nearby. ഇപ്പോൾ നമ്മൾ ഇസ് എപ്പോഴൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ, അതുപോലെ ഒരു ക്വസ്റ്റ്യനിൽ, അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഡസിൻ്റെ ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഡസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഡൂവിൻ്റെ കൂടെ എസ് ചേർക്കുന്നതാണ് ഡസ്. പക്ഷേ ഇപ്പോൾ പ്ലേ എന്ന വാക്കിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ വെറുതെ പ്ലേസ് എന്ന് എഴുതിയാൽ മതി അല്ലേ? PLAY കൂടെ ഒരു എസ് കൂടെ ചേർത്താൽ മതി. പക്ഷേ ഡൂവിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ സംഭവിക്കുന്ന സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ? DOS എന്നല്ല നമ്മൾ എഴുതുന്നത്, DOES എന്ന് എഴുതേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഡസ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഈ ഡസ് എന്ന് പറയുന്നത് ഇത്ര ഒരു മഹാസംഭവമൊന്നുമല്ല. ഡൂവിൻ്റെ കൂടെ എസ് ചേർക്കുന്നതാണ് ഡസ്. ഇനി അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് പറയണം അവൾ എന്നും യോഗ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ ഈറ്റ് എന്ന് പറയുമ്പോൾ കഴിക്കുക എന്നല്ലേ, ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കുടിക്കുക എന്നല്ലേ, സ്ലീപ്പ് ഉറങ്ങുക. അതേപോലെ ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർബാണ് ഡു. അത്രയും നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അവൾ എന്നും യോഗ ചെയ്യാറുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക? ഷീ ഡസ് യോഗ എവ്രി ഡേ. എല്ലാ ദിവസവും, അതാണ് എവ്രി ഡേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഷീ ഡസ് യോഗ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഡസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഷീ ആയതുകൊണ്ട് എനിക്ക് ആ വേർബിൻ്റെ കൂടെ, അത് കഴിഞ്ഞു വരുന്ന വേർബിൻ്റെ കൂടെ എസ് ചേർക്കേണ്ടി വരും. ഷീ ഒരാളേ ഉള്ളൂ. അതേപോലെ നമ്മൾ ആ വേർബിനെയും ഷീയുടെ പോലെ സിംഗുലർ ആക്കുകയാണ്, ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് വേർബിൻ്റെ കൂടെ എസ് ചേർക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഷീ ഡസ്. അവൾ കഴിക്കുന്നു എന്ന് പറയാൻ ഷീ ഈറ്റ്സ്. അവൾ കളിക്കുന്നു, ഷീ പ്ലേസ്. അങ്ങനെയാണ് വരിക. ഷീ ഒരാളായതുകൊണ്ട് വേർബിൻ്റെ കൂടെ എസ് ചേർക്കണം. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഷീ ഡസ് യോഗ എവ്രി ഡേ എന്നാണ്. അപ്പോൾ മലയാളത്തിൽ എന്താണെന്ന് മനസ്സിലായല്ലോ? അവൾ എന്നും യോഗ ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം. നേരെ മറിച്ച് അവൾ
ഇപ്പോൾ യോഗ ചെയ്യുകയാണ് എന്നാണെങ്കിലോ ഞാൻ എന്ത് പറയുമായിരുന്നു? ഷീ ഇസ് ഡൂയിങ് യോഗ നൗ. ഇപ്പോൾ, നൗ. അപ്പോൾ വ്യത്യാസം വന്നു. ഷീ ഡസ് അല്ല, ഷീ ഇസ് ഡൂയിങ് എന്ന് പറയുമായിരുന്നു. അവൾ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എന്ന് പറയില്ലേ? അതേപോലെ അവൾ ചെയ്യുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷീ ഈസ് ഡൂയിങ്. പക്ഷെ ആദ്യത്തെ സെൻറ്റൻസ് അതല്ലായിരുന്നു, അവൾ ചെയ്യാറുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഞാൻ ഒരു സെൻറ്റൻസ് ഇനിയും പറയാം. അയാളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നന്നായി ചെയ്യാറുണ്ട്. എന്ത് പറയും? ഹി ഡസ് ഹിസ് വർക്ക് വെൽ. നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വെൽ എന്ന വാക്ക് നമ്മൾ ചേർത്ത് കേട്ടോ. കണ്ടോ, ഇപ്പം ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഹി ഈസ് ഡൂയിങ് ഹിസ് വർക്ക് വെൽ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടെന്ന്. ഹി ഡസ് ഹിസ് വർക്ക് വെൽ. ജോൺ അവൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ജോൺ ഡസ് ഹിസ് ഹോംവർക്ക്. അവൻ്റെ ഹോംവർക്ക്, അതാണ് ഹിസ് ഹോംവർക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എക്സാമ്പിൾസ് കാണിച്ചു എന്തിനാണെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഈ കണ്ട 4 എക്സാമ്പിൾസിലും നമ്മൾ ഡസ് എന്ന് ഉപയോഗിച്ചത് അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ്, ശരിയല്ലേ? പക്ഷേ ഈ ഡസ് നമ്മളിങ്ങനെ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും ഡസ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ചില ചോദ്യങ്ങളിലും അതുപോലെ സെൻറ്റൻസസ് നെഗറ്റീവ് ആക്കുമ്പോഴും ഒക്കെയാണ്. അതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് പറയണം, അയാൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന അങ്ങനെയല്ല. അയാൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയില്ലേ? അതായത് നാളെ സംസാരിക്കും എന്നല്ല, അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്, ആ സ്കില്ലുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കും. അയാൾ കാറ് ഡ്രൈവ് ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം നാളെ ഡ്രൈവ് ചെയ്യും എന്ന് പറയുന്ന ഫ്യൂച്ചർ ടെൻസിലല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മനഃപൂർവ്വം മലയാളത്തിൽ ഇങ്ങനെ എഴുതിയത്, അയാൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഹി സ്പീക്സ് ഇംഗ്ലീഷ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഹി സ്പീക്സ് എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? ഹി ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പോൾ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ? അതേപോലെ ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അതുപോലെ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഡസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. എനിക്കിവിടെ ഒരു ചോദ്യം ചോദിക്കണം. അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെനിക്ക് ചോദിക്കണം. അതായത് അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ, ആ കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താ പറയുക? ചോദിക്കുന്നത് ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ഇവിടെ ഡസ് എന്നൊരു വാക്ക് നിങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഈ ചോദ്യം ചോദിക്കാൻ ആ സെൻറ്റൻസിൽ സ്പീക്സ് എന്നൊരു വേർബ് ഉള്ളത് കൊണ്ട്, ആ എസ് ഉള്ള വേർബ് ഉള്ളത് കൊണ്ട് നമ്മൾ ഡസ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ചോദ്യം വരുന്നത്. ശ്രദ്ധിക്കണം, ഡസ് ഹി സ്പീക്സ് അല്ല, പിന്നെ എസ് ആ സ്പീക്കിൻ്റെ കൂടെ ചേർക്കരുത് ഡസ് കഴിഞ്ഞിട്ട്, അത് തെറ്റാണ്. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്. കാരണം ഡസിൽ ഓൾറെഡി ആ എസ് ചേർത്തിട്ടുണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ ഡസ് കഴിഞ്ഞിട്ട് വീണ്ടും സ്പീക്സ് എന്ന് പറയരുത്. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇംഗ്ലീഷിൽ ഒരുപാട് പേർക്ക് തെറ്റുന്ന ഒരു വിഷയം ഇതാണ്. സത്യത്തിൽ ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഇനി ഒരിക്കലും തെറ്റാത്ത പോലെ അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോളും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ ഡസ് ഉപയോഗിച്ചില്ലേ, ഇതേപോലെ നെഗറ്റീവ് ആക്കാനും ഡസിൻ്റെ ആവശ്യം വരും. അപ്പോൾ സെൻറ്റൻസ് ഇതാണല്ലോ, ഹി സ്പീക്സ് ഇംഗ്ലീഷ്. പക്ഷേ അയാൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് പറയണമെങ്കിൽ നെഗറ്റീവ് വേണം. അവിടെ ഹി നോട്ട് സ്പീക്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഡസ് തന്നെ യൂസ് ചെയ്യണം. ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലായോ? സെൻറ്റൻസിൽ ഹി സ്പീക്സ് ഇംഗ്ലീഷ്, പക്ഷെ സംസാരിക്കില്ല എന്ന് പറയാൻ ഹി ആയതുകൊണ്ട് ഡസ് ചേർക്കണം. ആ സ്പീക്കിൻ്റെ കൂടെ എസ് ഇല്ലേ സെൻറ്റൻസിൽ, അതുകൊണ്ട് ഡസ്. ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഡസ് നോട്ട് കഴിഞ്ഞിട്ട് വീണ്ടും മുൻപത്തെ പോലെ ഞാൻ പറയുകയാണ്, സ്പീക്സ് എന്ന് പറയരുത്. അപ്പോൾ ഒരു കാര്യം, ഈ ഡസ് നോട്ടിന് പകരം ഡസിൻ്റ് എന്നും പറയാം കേട്ടോ, ഷോർട്ടാക്കി പറയാം, ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കാനും മാത്രമേ ഇങ്ങനെ ഡസ് ചേർക്കുകയുള്ളൂ എന്ന്. നെഗറ്റീവ് അല്ലാത്ത സെൻറ്റൻസിൽ ഡസ് ആഡ് ചെയ്യാമോ? ആഡ് ചെയ്യാം. എപ്പോഴാണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ പറയാണ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, അയാൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലല്ലോ, സംസാരിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഉറപ്പിച്ച് പറയില്ലേ, അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നേ എന്ന് പറയില്ലേ? അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ ഡസ് ചേർക്കും. ഹി ഡസ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നും പറയും. അതിനർത്ഥം നെഗറ്റീവിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്, അല്ലാതെയും പറയും ഹി ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. അവൾ കാറ് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ഒരു സംശയം പോലെ കാണിച്ചാൽ നമ്മൾ പറയും
അവൾ കാർ ഡ്രൈവ് ചെയ്യും, നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പം നമ്മൾ പറയും ഷീ ഡസ് ഡ്രൈവ് എ കാർ. ഇനി ഇതേപോലെ കുറച്ച് സെൻറ്റൻസസ് നമുക്ക് ഡസ് ചേർത്ത് നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഫോം ചെയ്ത് നോക്കാം. ആദ്യത്തത്, അവൾ നന്നായി പാചകം ചെയ്യും. എന്ത് പറയും? ഷീ കുക്സ് സോ വെൽ. വളരെ നന്നായി പാചകം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഷീ കുക്സ് സോ വെൽ. അപ്പോൾ ചോദ്യം, അവൾ നന്നായി പാചകം ചെയ്യുമോ എന്ന്. അപ്പോൾ സെൻറ്റൻസിൽ കുക്സ് എന്ന് കണ്ടല്ലോ, ഷീ ആയതുകൊണ്ട് കുക്സ് എസ് ചേർത്തില്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഡസ് ചേർക്കണം. ഡസ് ഷീ, ശ്രദ്ധിക്കണം കേട്ടോ, കുക്സ് അല്ല. ഡസ് ഷീ കുക്ക് വെൽ? അവൾ നന്നായി പാചകം ചെയ്യുമോ? ഡസ് ഷീ കുക്ക് വെൽ എന്നാണ് ചോദ്യം. ഇനി അവൾ അത്ര നന്നായി പാചകം ചെയ്യില്ല എന്നെങ്ങനെ പറയാം? ഷീ ഡസൻറ്റ് കുക്ക് സോ വെൽ. അവൾ അത്ര നന്നായിട്ടൊന്നും പാചകം ചെയ്യില്ല. ഷീ ഡസൻറ്റ് കുക്ക് സോ വെൽ. അടുത്തത്, രവിക്ക് നിങ്ങളുടെ സഹായം വേണം. നമ്മളൊരാളോട് പറയുക, രവിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് പറയും? വേണം എന്ന് പറയില്ലേ? അതിന് വോണ്ട് എന്ന് പറയാം. പക്ഷേ ഭയങ്കര അത്യാവശ്യമാണെന്നൊരർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ വോണ്ട് അല്ല, നീഡാണ് പറയുക കേട്ടോ. ഇവിടെ എന്ത് പറയും? രവി നീഡ്സ് യോർ ഹെൽപ്പ്. ഞാൻ നിങ്ങളോട് പറയുന്നത് രവി നീഡ്സ് യോർ ഹെൽപ്പ്. രവിക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, രവിക്ക് എൻ്റെ സഹായം വേണമെന്നല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പോൾ എന്ത് പറയും? ഡസ് രവി നീഡ് മൈ ഹെൽപ്പ്? നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ഡസ് രവി നീഡ് മൈ ഹെൽപ്പ്? രവിക്ക് എൻ്റെ സഹായം വേണോ എന്ന്. രവിക്ക് നിങ്ങളുടെ സഹായം വേണ്ടാന്ന് എനിക്ക് പറയണം. എന്ത് പറയും? രവി ഡസൻറ്റ് നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ പറയുന്ന സെൻറ്റൻസിലുള്ള വേർബ് ഏതും ആയിക്കോട്ടെ, അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനും നെഗറ്റീവ് ഫോം ചെയ്യാനും നമുക്ക് ഡസിൻ്റെ ആവശ്യം വരും, ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ. പക്ഷെ ചിലപ്പോൾ ശരിക്കും അവിടെ നടക്കുന്ന പ്രവൃത്തി ഡു എന്ന വാക്ക് തന്നെയായിരിക്കും വരുന്നത്, വേർബ് ഡു ആയിരിക്കും. അതിൻ്റെ കൂടെ നെഗറ്റീവോ ക്വസ്റ്റ്യനോ ഒക്കെ ഫോം ചെയ്യാനും നമ്മൾ വേറൊരു ഡു ഉപയോഗിക്കും, വേറൊരു ഡസ് അവിടെ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെൻറ്റൻസ്, അവൾ എന്നും യോഗ ചെയ്യാറുണ്ട്. ഷീ ഡസ് യോഗ എവ്രി ഡേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ വേർബ് എന്താണ്? ഡസ് ആണല്ലേ. അവളെന്നും ചെയ്യാറുണ്ടെന്ന്, അവളെന്നും എഴുതാറുണ്ട്, അല്ലെങ്കിൽ അവളെന്നും പാടാറുണ്ടെന്നല്ല പറഞ്ഞേ, അവളെന്നും ചെയ്യാറുണ്ട്. അപ്പോൾ ഡസ് ആണ് ഇവിടുത്തെ വേർബ്. പക്ഷേ ഇവിടെ എനിക്ക് ഇനി നെഗറ്റീവോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ ഫോം ചെയ്യണമെങ്കിൽ ഞാൻ വേറൊരു ഡസ് കൂടെ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? അവൾ എന്നും യോഗ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഷീ ആയതുകൊണ്ട് ഒരു ഡസ് വെച്ച് ചോദ്യം തുടങ്ങണം. എന്ത് പറയും? ഡസ് ഷീ, ശ്രദ്ധിക്കൂ, ഡസ് ഷീ ഡു യോഗ എവ്രി ഡേ? മനസ്സിലായോ? ഡസ് ഷീ ഡസ് യോഗ എന്ന് പറയില്ല, കാരണം ആദ്യം നമ്മൾ ഡസ് പറഞ്ഞു, എസ് ചേർത്തു. അതുകൊണ്ട് ഡസ് ഷീ കഴിഞ്ഞിട്ട് പിന്നെ ആ വേർബിൻ്റെ കൂടെ എസ് പാടില്ല. ഡസ് ഷീ ഡു യോഗ എവ്രി ഡേ? എങ്ങനെയാണ് ഡസും ഡൂവും കൂടെ ഒരുമിച്ച് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ചില സമയത്ത് പലയിടത്തായിട്ട് നമ്മൾ ഡസ് ഒരേ സെൻറ്റൻസിൽ കാണും. ഇങ്ങനെയാണത് വരുന്നത്. ഡസ് ഷീ ഡു യോഗ എവ്രി ഡേ? ക്വസ്റ്റ്യൻ. ഇനി നെഗറ്റീവ് ആകണം. അവൾ എന്നും യോഗ ചെയ്യാറില്ല എന്ന് പറയണം. അപ്പോഴോ അവിടെ ഒരു ഡസിൻറ്റ് എന്ന ആവശ്യം വരും അല്ലേ. അപ്പം എന്താ പറയുക? ഷീ ഡസിൻറ്റ് ഡു യോഗ എവ്രി ഡേ. അവൾ എന്നും യോഗ ചെയ്യാറില്ല. ഷീ ഡസിൻറ്റ് ഡു യോഗ എവ്രി ഡേ. ഇനി ഒരെണ്ണം കൂടെ പറയാം. അയാൾ അയാളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ഹി ഡസ് ഹിസ് വർക്ക് വെൽ എന്നാണല്ലോ. അപ്പം എനിക്ക് ചോദിക്കണം, അയാൾ അയാളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ടോ? ചോദ്യം, ഡസ് ഹി ഡു ഹിസ് വർക്ക് വെൽ? ഡസ് ഹി ഡു ഹിസ് വർക്ക് വെൽ? അപ്പോൾ ആദ്യത്തെ ഡസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഡസ്. അത് കഴിഞ്ഞ് വന്നത് ആ ജോലി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ഡു വർക്ക് എന്ന അർത്ഥത്തിൽ വന്നത്. ഇനി അയാൾ അയാളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നില്ല, ചെയ്യാറില്ല. എങ്ങനെയാണ് പറയുക? ഹി ഡസൻറ്റ് ഡു ഹിസ് വർക്ക് വെൽ. ഹി ഡസൻറ്റ് നെഗറ്റീവ് ആക്കാൻ ഉപയോഗിച്ചു. ഹി ഡസൻറ്റ് ഡു ഹിസ് വർക്ക് വെൽ. അവിടെ കണ്ടോ, രണ്ടാമത് വന്നത് ഡു ആണ് ഉപയോഗിച്ചത്. അവിടെ ഡസ് എന്ന് പറയരുത് കേട്ടോ. കാരണം ആദ്യം നമ്മൾ ഡസിൻറ്റ് പറഞ്ഞു, അവിടെ എസ് ചേർത്തു. പിന്നെ വീണ്ടും ഡസിൻറ്റ് ഡസ് എന്ന് പറയില്ല. ഹി ഡസൻറ്റ് ഡു ഹിസ് വർക്ക് വെൽ. നിങ്ങൾക്ക് ഈ ഡസിൻ്റെ യൂസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് മാറാൻ ഞാനിവിടെ 2 തരത്തിലുള്ള സെൻറ്റൻസസ് കാണിക്കാം. നോക്കൂട്ടോ. ആദ്യത്തത്, അയാൾ സിഗരറ്റ് വലിക്കാറുണ്ട്. അപ്പോൾ വലിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടു സ്മോക്ക് എന്നാണ് പറയുക. ഇതെങ്ങനെ സെൻറ്റൻസ് ഇംഗ്ലീഷിലാക്കും? ഹീ സ്മോക്സ് സിഗരറ്റ്സ് എന്ന് പറയാം. ഇനി അയാൾ സിഗരറ്റ് വലിക്കാറില്ല എന്നെങ്ങനെ പറയും? ഹീ അല്ലേ. അപ്പോൾ ഡസിൻറ്റ് അല്ലേ ഉപയോഗിക്കേണ്ടത്. എന്ത് പറയും? ഹീ ഡസിൻറ്റ് സ്മോക്ക് സിഗരറ്റ്സ് എന്നാണ് അവിടെ പറയുക.
ഓക്കെ, ഹി ഡസൻറ്റ്, അതായത് ഹി ഡസ് നോട്ട് സ്മോക്ക് സിഗരറ്റ്സ് എന്ന്. ഇനി അടുത്തത്, അയാൾ എന്നും എക്സസൈസ് ചെയ്യാറുണ്ട്. എന്ത് പറയും? ഹി ഡസ് എക്സസൈസ് ഡെയിലി. കണ്ടോ, ഈ സെൻറ്റൻസിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതിന് ആ വേർബായിട്ട് തന്നെ വന്നത് ഡു ആണ്. ഡു, ഡസ് എക്സസൈസ് എന്നാണ് പറഞ്ഞത്. ഹി ആയതുകൊണ്ട് ഡസ് എക്സസൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എക്സസൈസ് ചെയ്യാറില്ല എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ഒരു ഡസൻറ്റ് കൂടെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ എന്ത് പറയും? ഹി ഡസൻറ്റ് ഡു എക്സസൈസ് ഡെയിലി. അപ്പോൾ ഹി ഡസൻറ്റ് ഡു, ഹി ഡസൻറ്റ് ഡസ് അല്ല, ഹി ഡസൻറ്റ് ഡു എക്സസൈസ് ഡെയിലി. മനസ്സിലായോ? ആദ്യത്തെ സെൻറ്റൻസിൽ ഡസൻറ്റ് സ്മോക്ക്, ഡസൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വേർബാണ് വന്നത്, സ്മോക്ക്. അവിടെയും നമ്മൾ സ്മോക്സ് എന്ന് പറഞ്ഞില്ല, ഡസൻറ്റ് സ്മോക്ക്. രണ്ടാമത്തതിൽ ഡസൻറ്റ് ഡു. അപ്പോൾ ഡസൻറ്റ് വന്നതുകൊണ്ട് വീണ്ടും ഡസ് എന്ന് പറയുന്നില്ല, എസ് ആഡ് ചെയ്യുന്നില്ല അടുത്ത വേർബിൽ. ഡസൻറ്റ് ഡു, ഡസൻറ്റ് സ്മോക്ക്, ഡസൻറ്റ് ഡു. അപ്പോൾ ക്ലിയർ ആയില്ലേ അത്? ഇനി നമുക്ക് ഹാസിൻ്റെ ഉപയോഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയണം, അവൾക്ക് 2 കുട്ടികളുണ്ട്. എന്താ പറയുക? എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ടുണ്ട്, നമ്മുടേതാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ ഹാസ് എന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അവളെക്കുറിച്ചല്ലേ പറയുന്നത്? അവൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഷീ ഹാസ് 2 കിഡ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഷീ ഒരാളാണ്, അവിടെ ഷീ ഹാസ് 2 കിഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരു കുട്ടിയുള്ളെങ്കിലോ അവിടെയും ഷീ ഹാസ് എ കിഡ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരാളെക്കുറിച്ചാണ് പറയുന്നത്, ഷീ. അപ്പോൾ അവിടെ എത്ര കുട്ടികൾ അവൾക്കുണ്ടെന്ന് പറഞ്ഞാലും ഈ ഹാസ് തന്നെയാണ് നിൽക്കുക. ഷീ ഹാസ് എ കിഡ് അല്ലെങ്കിൽ ഷീ ഹാസ് 2 കിഡ്സ്. ഇനി അവന് നാളെ ഒരു പരീക്ഷയുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം അവന് നാളെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അവിടെയും നമ്മൾ ഹാസ് തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ അവൻ ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. എന്തു പറയും? ഹി ഹാസ് എ ടെസ്റ്റ് ടുമോറോ. നാളെ എന്നുള്ളതിനാണ് നമ്മൾ ടുമോറോ എന്ന് പറയുന്നത്. ഹി ഹാസ് എ ടെസ്റ്റ് ടുമോറോ. മനസ്സിലായല്ലോ? അവിടെയും ഹി കഴിഞ്ഞ് ഹാസ് വന്നു. ഇനി മായയ്ക്ക് തലവേദനയുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് മായയ്ക്ക് തലവേദനയുണ്ടെന്നാണ്. മായയ്ക്ക് ഒരു തലവേദനയുണ്ടെന്ന് പറയില്ല, ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. മായ ഹാസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ പോരാ, മായ ഹാസ് എ ഹെഡേക്ക്. കേട്ടോ, അത് ശ്രദ്ധിക്കണേ. മായ ഹാസ് എ ഹെഡേക്ക്. അതുപോലെ അവൾക്ക് നല്ല പനിയുണ്ട്, അതായത് നല്ല കൂടിയ ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുക ഷീ ഹാസ് എ ഹൈ ഫീവർ. നല്ല ശക്തമായ പനിയുണ്ട്, ഷീ ഹാസ് എ ഹൈ ഫീവർ. നേരിയ പനിയായിരുന്നെങ്കിൽ സ്ലൈറ്റ് ഫീവർ എന്ന് പറയാമായിരുന്നു. അപ്പോഴൊക്കെ പറയണം കേട്ടോ. ഷീ ഹാസ് എ ഹൈ ഫീവർ. കണ്ടോ, ഇവിടെ എല്ലാം അവൾക്കത് സ്വന്തമായിട്ട് പനിയുണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവൾക്ക് അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു മകളുണ്ടെന്ന് പറയാൻ, നാളെ പരീക്ഷയുണ്ടെന്ന് പറയാൻ, എനിക്കൊരു കാറുണ്ടെന്ന് പറയാൻ, എനിക്കിപ്പോൾ നല്ല ചുമയുണ്ടെന്ന് പറയാൻ, എല്ലാം ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീയുടെ കൂടെ പറയുമ്പോൾ ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, അവന് പഠിക്കേണ്ടതുണ്ട്. അതായത് അങ്ങനെ ഒരു കാര്യം അവന് ചെയ്യേണ്ടതുണ്ട്, അത് നിർബന്ധമാണ്, ചെയ്തേ പറ്റൂ. അപ്പോൾ എന്താ പറയാമെന്നറിയാമോ? ഹി ഹാസ് ടു സ്റ്റഡി. ഹി ഹാസ് ടു സ്റ്റഡി. അത് ചെയ്തേ പറ്റൂ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ഹി കഴിഞ്ഞിട്ട് ഹാസ് ടു എന്ന് വരും. അവിടെയും ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടു കൂടെ ചേർക്കും. ഹി ഹാസ് ടു സ്റ്റഡി. അവന് പോകേണ്ടതുണ്ട്. ഹി ഹാസ് ടു ലീവ്. അതായത് ഇപ്പോൾ ഇറങ്ങേണ്ടതുണ്ടെന്ന്, പോകാൻ ഇറങ്ങേണ്ടതുണ്ട്. ഹി ഹാസ് ടു ലീവ്. റിയയ്ക്ക് ഊണ് ഉണ്ടാക്കേണ്ടതുണ്ട്, അത് ചെയ്യാതെ പറ്റില്ല. റിയ ഹാസ് ടു മേക്ക് ലഞ്ച്. മനസ്സിലായോ? റിയ ഹാസ് ടു മേക്ക് ലഞ്ച്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസസിലും നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്, ഹാസ് ടു. റിയ ഹാസ് ടു അല്ലെങ്കിൽ ജോൺ ഹാസ് ടു എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഹാസ് എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത്? ഒന്ന്, നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയാൻ ഹാസ് ടു എന്ന് പറയുന്നിടത്തും നമ്മൾ ഈ ഹാസ് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഹാസ് അല്ലെങ്കിൽ ഹാസ് ടു യൂസ് ചെയ്തത്. അപ്പോൾ ഷീ, ഹി അല്ലെങ്കിൽ ഇറ്റ്, അതായത് അത്. അതുപോലെ ഒരാളുടെ പേര്, ഒരാളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഹാസ് അല്ലെങ്കിൽ ഹാസ് ടു നമ്മൾ യൂസ് ചെയ്തു. ഇനി ഹാസിൻ്റെ ഒരു ഉപയോഗം കൂടിയുണ്ട്, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അയാളെ കാണാൻ വേണ്ടി വന്നു എന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറയും? അയാൾ അതിനോടകം പോയി കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അയാൾ പോയി എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മളങ്ങോട്ട് ചെല്ലുന്നതിന് തൊട്ട് മുൻപായിട്ട്, അതിന് മുൻപായിട്ട് അയാൾ പോയി കഴിഞ്ഞിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അവിടെ നമ്മൾ പറയുക ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ്. ഹി ഹാസ് ലെഫ്റ്റ്, അയാൾ പോയി കഴിഞ്ഞു. ഇതിനോടകം എന്നൊരർത്ഥം കിട്ടാനാണ് ഓൾറെഡി എന്ന് പറഞ്ഞത്. ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഹി ഹാസ് ലെഫ്റ്റ്. ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പോവുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങുക എന്നൊക്കെ ഉള്ളതിന് ലീവ് എന്ന് പറയുമല്ലോ. ആ ലീവിൻ്റെ അടുത്ത വേർബ് ഫോം, അതായത് ലീവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം ലെഫ്റ്റ് ആണ്. ഒരു ഫോം കൂടെ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും, അതായത് V3 ഫോം. അതും ലെഫ്റ്റ് തന്നെയാണ്. ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ഹാസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഹാസിൻ്റെ കൂടെ ആ വേർബ് 3 ഫോമാണ് യൂസ് ചെയ്തത്. എന്താണ് അർത്ഥം? അയാൾ പോയി കഴിഞ്ഞു, പോയിരിക്കുന്നു, ഇറങ്ങിയിരിക്കുന്നു എന്നൊരു അർത്ഥം കിട്ടാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സെൻറ്റൻസ് പറയാം. അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തു എന്നല്ല പറഞ്ഞത്, ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് പറയാം ഹി ഹാസ് ഡൺ ദ ഹോംവർക്ക്. എന്താണ് ഈ ഡൺ? ചെയ്യുക എന്നുള്ളതിന് ഡു എന്നല്ലേ പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ചെയ്തു എന്ന് പറയാൻ ഡിഡ് ആണ് വരിക. ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ മൂന്നാമത്തെ വേർബ് ഫോം വേണ്ടേ? അതാണ് ഡൺ. അപ്പോൾ ഡു, ഡിഡ്, ഡൺ, ആ മൂന്നാമത്തെ ഫോമാണ് നമ്മളിവിടെ ഹാസ് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ഡൺ ദ ഹോംവർക്ക്. ഇനി നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഓടി കിതച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരിക കേട്ടോ. വരുമ്പോൾ തന്നെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നത് എന്തായിരിക്കും? പുറത്ത് കാണുന്ന ആരോടെങ്കിലും ട്രെയിൻ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അവിടെ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? അപ്പോൾ എത്തിച്ചേരുക, എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നൊക്കെ ഉള്ളതിന് ടു അറൈവ് എന്ന് പറയാം. അവിടെ കം എന്ന് പറഞ്ഞാൽ പോരാട്ടോ, അറൈവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക? ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ദ ട്രെയിൻ, തീവണ്ടി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ മഴ നിന്നിരിക്കുന്നു. മഴ നിന്നു എന്നല്ല പറഞ്ഞത്, മഴ നിന്നിരിക്കുന്നു, അതായത് ഇപ്പം കൂടെ നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുക ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ് എന്നാണ്. നിൽക്കുക എന്നുള്ളതിന് ടു സ്റ്റോപ്പ് എന്ന് പറയാം. അതിൻ്റെ മൂന്നാമത്തെ ഫോം സ്റ്റോപ്ഡ് തന്നെയാണ്. സ്റ്റോപ്പ്, സ്റ്റോപ്ഡ്, സ്റ്റോപ്ഡ്, അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ്. അതുപോലെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഉദിക്കുക എന്നുള്ളതിന് ടു റൈസ് എന്നാണ് പറയുക. ഉദിച്ചു എന്ന് പറയണമായിരുന്നെങ്കിൽ റോസ് എന്ന് പറയാം. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് റിസൺ. അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറയാൻ ദ സൺ റോസ് എന്ന് പറഞ്ഞാൽ മതി. സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ദ സൺ ഹാസ് റിസൺ എന്ന് പറയണം. മനസ്സിലായോ വ്യത്യാസം? ദ സൺ ഹാസ് റിസൺ. അപ്പോൾ ഇങ്ങനെ ഹാസിൻ്റെ കൂടെ ഈ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരുന്ന തരം കുറേ സെൻറ്റൻസസ് നമ്മൾ കണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും എങ്ങനെയാണ് ഫോം ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കണ്ട സെൻറ്റൻസ് തന്നെ നോക്കാം. ദ സൺ ഹാസ് റിസൺ. സൂര്യൻ ഉദിച്ചിരിക്കുന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഹാസ് ദ സൺ റിസൺ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. ഹാസ് ദ സൺ റിസൺ? അവിടെ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ദ സൺ ഹാസ് എന്ന് പറഞ്ഞില്ലേ, അത് രണ്ടുമാണ് നമ്മൾ തിരിച്ചിട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സൂര്യനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഹാസ് എന്ന് പറയുന്ന വേർബ് ഉണ്ടല്ലോ, അത് രണ്ടുമാണ് തിരിച്ചിടേണ്ടത്. അപ്പോൾ ആദ്യം ഹാസ് വരണം. ഹാസ് ദ സൺ റിസൺ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും? നോട്ട് ചേർക്കണം. എവിടെയാണ് നോട്ട് ചേർക്കുക? ഹാസ് കഴിഞ്ഞിട്ട്. അതായത് ഹാസ് റിസൺ ഇല്ലേ, അതിനിടയ്ക്കാണ് നോട്ട് വരേണ്ടത്. അപ്പോൾ ദ സൺ ഹാസ് നോട്ട് റിസൺ എന്ന് പറയും. അപ്പോൾ ഈ ഹാസ് നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് ഹാസിൻറ്റ് എന്ന് പറയാം. ദ സൺ ഹാസിൻറ്റ് റിസൺ. അപ്പോൾ ഞാൻ ഇനി പറയുന്ന സെൻറ്റൻസസിൻ്റെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ഫോംസും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ആദ്യത്തേത് ഇതാണ്, ട്രെയിൻ പോയി കഴിഞ്ഞു. അപ്പോൾ അതിന് ദ ട്രെയിൻ ഹാസ് ലെഫ്റ്റ് എന്ന് പറയും അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഞാൻ മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ, ഹാസ് ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഹാസ് ദ ട്രെയിൻ ലെഫ്റ്റ് എന്ന് ചോദ്യം വരും. ഹാസ് വെച്ച് ചോദ്യം തുടങ്ങണം. ഹാസ് ദ ട്രെയിൻ ലെഫ്റ്റ്? ഇനി ട്രെയിൻ പോയിട്ടില്ല എന്നെങ്ങനെ പറയും? ദ ട്രെയിൻ ഹാസിൻറ്റ് ലെഫ്റ്റ്. അതായത് ദ ട്രെയിൻ ഹാസ് നോട്ട് ലെഫ്റ്റ് എന്ന്. ദ ട്രെയിൻ ഹാസിൻറ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഹാസിൻറ്റ് വെച്ച് നെഗറ്റീവ് ആക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഹാസ് കഴിഞ്ഞിട്ട് ഒരു വേർബ് 3 കൂടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസസിലാണ് ഈ ഹാസ് എന്നുള്ളതിന് പകരം ഹാസിൻറ്റ് എന്നിട്ട് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്. ഇത് നോക്കൂ, മഴ നിന്നിരിക്കുന്നു. ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ്. അങ്ങനെയല്ലേ സെൻറ്റൻസ്? മഴ നിന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാസ് ദ റെയിൻ സ്റ്റോപ്ഡ് എന്നാണ് ചോദ്യം. ഹാസ് ആദ്യം വന്നു. ഹാസ് ദ റെയിൻ സ്റ്റോപ്ഡ് ക്വസ്റ്റ്യൻ ആയി. ഇനി നെഗറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആ നോട്ട് ചേർത്താൽ മതി ഹാസ് കഴിഞ്ഞിട്ട്.
ദ റെയിൻ ഹാസൻറ്റ് സ്റ്റോപ്ഡ്. അത് എളുപ്പമാണ് അല്ലേ? ദ റെയിൻ ഹാസൻറ്റ് സ്റ്റോപ്ഡ്. അപ്പം നമുക്കതിന് എന്ത് മനസ്സിലാക്കാം? ഈ ഹാസ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരുന്നുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനും നെഗറ്റീവ് ആക്കാനും ഒരുമാതിരി ഈസിയാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടില്ല. ആ ഹാസ് വെച്ച് ചോദ്യം തുടങ്ങണം. അതുപോലെ ഹാസ് കഴിഞ്ഞിട്ട് നോട്ട് ഇടുമ്പോൾ നെഗറ്റീവും കിട്ടും. പക്ഷേ എപ്പോഴും ഹാസ് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കലും നെഗറ്റീവ് ആക്കലും ഇത്ര ഈസി അല്ല. എപ്പോഴാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യത എന്നറിയാമോ? ഇങ്ങനെയുള്ള സെൻറ്റൻസസ് വരുമ്പോഴാണ്. നോക്കൂ, അവൾക്ക് കുട്ടികളുണ്ട്. എങ്ങനെ പറയാ? ഷീ ഹാസ് കിഡ്സ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ നെഗറ്റീവാണ് ഫോം ചെയ്യേണ്ടത്. അവൾക്ക് കുട്ടികളില്ല എന്ന് പറയണം. അപ്പം അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം എനിക്കെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു സെൻറ്റൻസ് ആദ്യം കാണിക്കാം. അവൾക്ക് കുട്ടികളെ ഇഷ്ടമാണ് എന്നൊരു സെൻറ്റൻസ് വന്നു എന്നിരിക്കട്ടെ. അതെങ്ങനെ പറയും? ഇഷ്ടമാണെന്നുള്ളതിന് ലൈക്ക് എന്നല്ലേ പറയുക? അവൾ ഒരാളേ ഉള്ളൂ, അപ്പം ലൈക്സ് എന്ന് പറയണം. എന്താ പറയുക? ഷീ ലൈക്സ് കിഡ്സ്. അവിടെ വേർബ് കണ്ടല്ലോ, ലൈക്സ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. എസ് ആഡ് ചെയ്തു, ഷീ ഒരാളായതുകൊണ്ട്. ഇനി അവൾക്ക് കുട്ടികളെ ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? അവിടെ നമ്മൾ പറയുന്നത് ഷീ ഡസൻറ്റ് ലൈക്ക് കിഡ്സ് എന്നാണ്. നിങ്ങളവിടെ വന്ന വ്യത്യാസം ശ്രദ്ധിച്ചോ? അവിടെ ലൈക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ ശരിക്കുള്ള ഫോം, എസ് ഇല്ലാത്ത ഫോം ഉണ്ടല്ലോ, ലൈക്ക്, അതാണ് ഇവിടെ നമ്മൾ ഡസൻറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത്. ഷീ ഡസൻറ്റ് ലൈക്ക് കിഡ്സ് എന്ന് പറഞ്ഞു. കാരണം ലൈക്ക് എന്നതാണ് ശരിക്കും ബേസ് ഫോം. അതിൻ്റെ ശരിയായ ഫോം, അതിൻ്റെ റൂട്ട് ഫോം ലൈക്ക് എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ഡസൻറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസും നെഗറ്റീവ് ആക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഷീ ഹാസ് കിഡ്സ് എന്നുള്ളതാണ്, അവൾക്ക് കുട്ടികളുണ്ടെന്ന്. ഇവിടെ നമുക്ക് അവൾക്ക് കുട്ടികളില്ല എന്ന് പറയാൻ ഡസൻറ്റ് യൂസ് ചെയ്യണം. പക്ഷേ ഡസൻറ്റ് കഴിഞ്ഞിട്ട് എന്ത് വരും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ വരേണ്ടത് ഈ ഹാസിൻ്റെ ബേസ് ഫോമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാസിൻ്റെ ബേസ് ഫോം ഹാവ് ആണ്. ഹാവിൻ്റെ കൂടെ എസ് ചേർത്തപ്പോഴാണ് നമുക്ക് ഈ ഹാസ് കിട്ടിയത്. ആ ഹാവ് ആണ് നമ്മളിവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയുക ഷീ ഡസൻറ്റ് ഹാവ് കിഡ്സ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷീ ഡസൻറ്റ് ഹാസ് കിഡ്സ് എന്ന് പറയാത്തത്. ഉണ്ടെന്ന് പറയാൻ ഷീ ഹാസ്, ഇല്ല എന്ന് പറയാൻ ഷീ ഡസൻറ്റ് ഹാവ്. മനസ്സിലായോ? ഇഷ്ടമാണെന്ന് പറയാൻ ഷീ ലൈക്സ്, ഇഷ്ടമല്ല എന്ന് പറയാൻ ഷീ ഡസൻറ്റ് ലൈക്ക്. കഴിക്കാറുണ്ടെന്ന് പറയാൻ ഷീ ഈറ്റ്സ്, കഴിക്കാറില്ല എന്ന് പറയാൻ ഷീ ഡസൻറ്റ് ഈറ്റ്. ആ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫോം ചെയ്യേണ്ടത്. അവൾക്ക് കുട്ടികളുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ മുൻപ് അവൾക്ക് കുട്ടികളുണ്ടെന്ന് എങ്ങനെ പറഞ്ഞേ? ഷീ ഹാസ് കിഡ്സ്. അവൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് വെച്ച് ചോദ്യം തുടങ്ങണം അല്ലേ? കാരണം ഷീ അല്ലേ, അപ്പോൾ ഡസ് ആണ് ആദ്യം വരിക. അപ്പോൾ ചോദ്യം വരുന്നത് ഡസ് ഷീ ഹാവ് കിഡ്സ്. ഡസ് ഷീ കഴിഞ്ഞിട്ട് പിന്നെ ഹാസ് പാടില്ല കേട്ടോ. ഡസ് ഷീ ഹാവ്, ആ ബേസ് ഫോമാണ് വരേണ്ടത്. ഡസ് ഷീ ഹാവ് കിഡ്സ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സെൻറ്റൻസ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് അതുപോലെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ അവിടെ ഹാസ് ആണ് വേർബ് എങ്കിലും ഡസ് എന്ന് ചോദ്യം ചോദിക്കാനും നെഗറ്റീവ് ആക്കാനും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ കണ്ടൊരു സെൻറ്റൻസ്, അവന് നാളെ ഒരു പരീക്ഷയുണ്ട്. ഹി ഹാസ് എ ടെസ്റ്റ് ടുമോറോ. ഹി ഹാസ് എ ടെസ്റ്റ് ടുമോറോ. ഇനി അവന് നാളെ പരീക്ഷ ഇല്ല എന്നെങ്ങനെ പറയുക? ഡസൻറ്റ് ചേർക്കണം. ഹി ഡസൻറ്റ് ഹാവ്. ഹി ഡസൻറ്റ് ഹാവ് എ ടെസ്റ്റ് ടുമോറോ എന്നാണ് നെഗറ്റീവ് സെൻറ്റൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഡസ് വെച്ച് തുടങ്ങണം അല്ലേ? ഡസ് ഹി ഹാവ് എ ടെസ്റ്റ് ടുമോറോ? അവന് നാളെ പരീക്ഷയുണ്ടോ? ഡസ് ഹി കഴിഞ്ഞിട്ട് ഹാസ് അല്ല ഹാവ്. ഡസ് ഹി ഹാവ് എ ടെസ്റ്റ് ടുമോറോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ് ഹാസ് ടു വെച്ച് നമ്മൾ സെൻറ്റൻസസ് കണ്ടില്ലേ? അവൾക്കത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ. അവിടെയും സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആക്കാനും നെഗറ്റീവ് ആക്കാനും ഇതേ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ സെൻറ്റൻസ് ഇതാണ്, അവൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഷീ ഹാസ് ടു സ്റ്റഡി. ഷീ ഹാസ് ടു സ്റ്റഡി എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അവൾക്ക് പഠിക്കേണ്ടതില്ല എന്നെങ്ങനെ പറയും? ഡസൻറ്റ് യൂസ് ചെയ്യണം. ഷീ ഡസൻറ്റ് ഹാവ് ടു. ഹാസ് ടു മാറി ഹാവ് വരണം. ഷീ ഡസൻറ്റ് ഹാവ് ടു സ്റ്റഡി. അവൾക്ക് പഠിക്കേണ്ടതുണ്ടോ? ഡസ് ഷീ ഹാവ് ടു സ്റ്റഡി? ചോദ്യമായതുകൊണ്ട് ഡസ് വെച്ച് തുടങ്ങണം, പക്ഷെ ഹാവ് ടു വരണം. ഡസ് ഷീ ഹാവ് ടു സ്റ്റഡി എന്നാണ് ചോദ്യം. നമ്മളങ്ങനെ ഇസ്, ഹാസ്, ഡസ് ഇത് മൂന്നിൻ്റെയും പലതരത്തിലുള്ള ഉപയോഗങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 സെൻറ്റൻസസ് ഓരോന്നും വെച്ച് കാണിക്കാം. ആദ്യത്തത്, അവൾ ഒരു ടീച്ചർ ആണ്. എങ്ങനെ പറയാം? ശ്രമിച്ചു നോക്കിയേ. ഷീ ഇസ് എ ടീച്ചർ. കിട്ടിയില്ലേ? ഷീ ഈസ് എ ടീച്ചർ. അപ്പോൾ അവളൊരു ടീച്ചർ അല്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് ആക്കി എങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് എ ടീച്ചർ. അത് ഈസിയാണല്ലോ. ഇനി അവൾ ഉറങ്ങുകയാണ്. അവിടെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്, ഒരു വേർബ് ഉണ്ട്. എന്താ പറയുക?
ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്നാണല്ലോ പറയുന്നത്. അവൾ ഉറങ്ങുകയാണ്. ഷീ ഈസ് സ്ലീപ്പിംഗ്. കിട്ടിയല്ലോ. അവൾ ഉറങ്ങുകയല്ല എന്നിങ്ങനെ പറയും. ഷീ ഈസ് നോട്ട് സ്ലീപ്പിംഗ്. അതും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. അവൾക്ക് ഒരു കാറുണ്ട്. ഉണ്ട് സ്വന്തമായിട്ട്. ഹാസ് ഉപയോഗിക്കണ്ടേ? എന്ത് പറയും? ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഇല്ല എന്നെങ്ങനെ പറയും? അവിടെ ശ്രദ്ധിക്കണം. ഡസൻറ്റ് യൂസ് ചെയ്യണം. ഷീ ഡസൻറ്റ് ഹാവ് എ കാർ. ഡസ് വന്നുകൊണ്ട് ഡൂവിൻ്റെ കൂടെ ചേർത്തല്ലോ ഡസ്. അതുകൊണ്ട് ഇനി ഹാസ് പാടില്ല, ഹാവ് ആക്കണം. ഷീ ഡസൻറ്റ് ഹാവ് എ കാർ. പക്ഷെ അടുത്തത് നോക്കൂട്ടോ. അവൾ കാറ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഹാസിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യില്ലേ? അതാ പറയേണ്ടത്. അപ്പോൾ കഴുകുക എന്നുള്ളതിന് ടു വാഷ് എന്നല്ലേ പറയുന്നത്. എന്ത് പറയും? ഷീ ഹാസ് വാഷ്ഡ് ദ കാർ. ഷീ ഹാസ് വാഷ്ഡ് ദ കാർ. അവൾ കാർ കഴുകിയിട്ടില്ല എന്നെങ്ങനെ പറയും? ഇവിടെ എളുപ്പമാണ്. ഹാസ് എന്നുള്ളത് ഹാസിൻറ്റ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഹാസ് നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഷീ ഹാസ് നോട്ട് വാഷ്ഡ് ദ കാർ. ഷീ ഹാസിൻറ്റ് വാഷ്ഡ് ദ കാർ. വ്യത്യാസം മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഹാസ് ഉപയോഗിക്കുമ്പോൾ നമ്മളവിടെ ഡസൻറ്റ് ഹാവ് എന്നാണ് നെഗറ്റീവ് ആക്കുക. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഹാസ് ഡൺ, ഹാസ് റിട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ഹാസിൻറ്റ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കിയാൽ മതി. ഇനി ഡസിൻ്റെ യൂസ് നോക്കാം. അയാൾ ചെസ്സ് കളിക്കാറുണ്ട്. ഹി പ്ലേസ് ചെസ്. കണ്ടല്ലോ, ഹി പ്ലേസ് ചെസ്. അയാൾ ചെസ്സ് കളിക്കാറില്ല എന്നെങ്ങനെ പറയാം? നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഡസൻറ്റ് ഉപയോഗിക്കണം അല്ലേ? ഹി ഡസൻറ്റ് പ്ലേ. അവിടെ പ്ലേസ് എന്ന് പിന്നെ പാടില്ല. ഹി ഡസൻറ്റ് പ്ലേ ചെസ്. മനസ്സിലായല്ലോ? പക്ഷെ അടുത്ത് നോക്കണം കേട്ടോ. അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് ഹോംവർക്ക്. നമ്മൾ നേരത്തെ സെൻറ്റൻസ് കണ്ടതാണ്. ഹി ഡസ് ഹിസ് ഹോംവർക്ക്. അപ്പോൾ അവിടെ ചെയ്യാറുണ്ട്. ഡസ് തന്നെയാണ് ശരിക്കുള്ള പ്രവൃത്തി, വേർബ്. ഇനി അവൻ ഹോംവർക്ക് ചെയ്യാറില്ല എന്ന് പറയണം. അവിടെ ഒരു ഡസ് കൂടെ വേണ്ടി വരും അല്ലേ? അപ്പോൾ പറയാം ഹി ഡസൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. ഹി ഡസൻറ്റ് ഡു. ഹി ഡസൻറ്റ് ഡസ് അല്ല, ഹി ഡസൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. അപ്പോൾ പലതരത്തിൽ ഡസ്സും ഹാസും ഒക്കെ എങ്ങനെയാണ് മാറുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, ക്ലിയർ ആവും. പിന്നെ നമ്മൾ പഠിച്ച ആ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫ്രിഡ്ജിൽ ഒരു ആപ്പിൾ ഇരിപ്പുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ ആ സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ദർ ഇസ് ആൻ ആപ്പിൾ ഇൻ ദ ഫ്രിഡ്ജ്. ദർ ഇസ് ആൻ ആപ്പിൾ ഇൻ ദ ഫ്രിഡ്ജ് എന്നാണ് സെൻറ്റൻസ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? ഫ്രിഡ്ജിൽ ഒരു ആപ്പിൾ ഇരിപ്പുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ നേരത്തെ ഇങ്ങനെയുള്ള സെൻറ്റൻസ് കണ്ടതാണ്. നിങ്ങളിതൊന്ന് ഇംഗ്ലീഷിലാക്കി നോക്കൂ. രണ്ടാമത്തത്, പ്ലെയിൻ ലാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് പ്ലെയിൻ നിലത്തിറങ്ങിയിരിക്കുന്നു എന്ന്. അതിന് പറയുന്നത് ദ പ്ലെയിൻ ഹാസ് ലാൻഡഡ് എന്നാണ്. ഇവിടെയും നിങ്ങൾ ഇതിൻ്റെ ചോദ്യം ചോദിക്കണം. പ്ലെയിൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞോ എന്നാണ് ചോദിക്കേണ്ടത്. അതായത് ഈ സെൻറ്റൻസ് നിങ്ങൾ അതേപടി ഒന്ന് ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. ഇനി അടുത്ത നോക്കൂ. സിമിക്ക് ഒരു ബ്രദർ ഉണ്ട്. അപ്പോൾ സിമി ഹാസ് എ ബ്രദർ എന്ന് പറയൂ അല്ലേ? ഇതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്? സിമിക്ക് ബ്രദർ ഇല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? അതും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനേഴ്സിന് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അധികം താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.